ഹലോ ഗായ്സ്, നമ്മൾ കാട്ടിക്കുടുക്കി ഗായ്സ്. എന്താ ചെയ്യാന്ന് അറിയില്ല. വഴി നിഗൂഢമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഗായ്സ് ഇവിടെ കുറച്ച് ഗായ്സ് നിങ്ങൾ വഴി കാണും ഗായ്സ്. ഹെവി ഡേഞ്ചറസ്. നമ്മൾ തലകുത്തിയൊക്കെയാണ് പോകുന്നത്. കണ്ണിലൊരു കുന്തം ഗായ്സ്. നോക്ക്, ഇതാണ് മാൻ ഫോറസ്റ്റ്. ഇവിടെ മാനുണ്ട്. ഗ്രില്ല് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ, മാനിനെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് മാനിനെ അടുത്ത് കാണാൻ വന്നതാണ്, പക്ഷെ വഴി മാറിപ്പോയി. ഇച്ചിരി പാളിയോന്നൊരു കാണുന്നില്ല ഗൈസ്. നമ്മളിവിടെ തന്നെ ഉണ്ട്, എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. ആ ഗൈസ് മുള്ളൂത്തി ഗൈസ് തല കുനിച്ച് ആണ് നമുക്ക് ഇതിൽ കൂടെ പോവാൻ. നമ്മൾ ഇതിൽ കയറി നമുക്ക് മാനിനെ കാണാം ഗൈസ്. ഹെവി ഡേഞ്ചറസ് ആൻഡ് ഡേഞ്ചറസ് ഗൈസ്. You look this guys. ഇത് പണ്ട് ഇവിടെ ഒരു സ്വാമി താമസിച്ചിരുന്നു. ചങ്ങായിൻ്റെ ശവകുടീരമാണ് ഇതിൻ്റെ ഉള്ളിൽ. രാത്രി ഇവിടെ പ്രേതങ്ങൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞറിവ്. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മളിപ്പോൾ തലകുത്തി കുനിഞ്ഞൊക്കെയാണ് പോകുന്നത് ഗൈസ്. നമ്മളിവിടെ എത്തിയപ്പോൾ കുറേ ആനകളുണ്ട് ഗൈസ്. ഞങ്ങൾ വേറെ സംഭവം, നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഫ്രണ്ടിൽ കൂടെ ഒരു കോബ്ര പോയി ഗൈസ്. ഹെവി പക്ഷേ കോബ്ര ഹെവി കോബ്ര ആയിരുന്നു. അല്ല കോബ്ര ഓടി ഗൈസ്. ഇതാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയായിരിക്കും തലക്കൽ ചന്തുവിനെ എന്താ തളച്ചിട്ട മരമാണിത്. ഇതിൻ്റെ മരം ഓരോ വർഷം കൂടുമ്പോൾ ചെറുതായി വരും. സാധാരണ മരങ്ങളൊക്കെ വലുതാവാണ്, ഇത് ചെറുതാവാണ് ഗൈസ്. അജാതി മരമാണ് ഗൈസ്. നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ കറക്റ്റ് പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഗൈസ്. നമുക്ക് മാനെ കാണാൻ കിട്ടിയിട്ടുണ്ട്. അജിൻ പറയുന്നത്, അജിനെ മാനെ കണ്ടോ? എവിടെ ഗൈസ്? ഗൈസ് നമുക്ക് ഒരു മാനിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറെ യാത്രികർ ഉണ്ട് ഗൈസ്. ഇവിടെ മാസ ഡയലോഗ് അടിക്കുന്നുണ്ട്. പണ്ട് ഇവിടുത്തെ ടിപ്പു സുൽത്താന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സീസണാണിത്. സോറി ഗൈസ്, ഊർന്നൊരു സംഭവമാണിത്. ഗൈസ്, ഇത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റേ ഊരുന്ന സാധനമാണ് ഗൈസ്. പിന്നെ ഇത് ടിപ്പു സുൽത്താൻ കുടിച്ചിരുന്ന വെള്ളമാണ്. ടിപ്പു സുൽത്താൻ കണ്ടോ, പ്ലാസ്റ്റിക് ഒക്കെ നിങ്ങൾക്ക് ഇതാ ഹെവിയാണ്, ഹെവി സംഭവമാണ്. വെള്ളം നിൽക്കുന്നില്ല. നമുക്ക് നമ്മുടെ യാത്രക്കിടയിൽ കുറച്ച് മറ്റേ വനത്തിൽ താമസിക്കുന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഫുൾ ഫ്രീക്കിലാണ് വനത്തിൽ താമസിക്കുന്നത്, വനവാസികൾ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഗൈസ്? വനവാസികൾ ഒന്ന് മുടി വെട്ടാറില്ല, രണ്ട് കുടിക്കാറില്ല, രണ്ട് ജീവിക്കാൻ തന്നെ അറിയില്ല ഗൈസ്. നിങ്ങൾ വരുന്നുണ്ട് ഗൈസ്. ഇതാണ് ടിപ്പു സുൽത്താൻ പണ്ട് നടന്നുകൊണ്ടിരുന്ന പാതയാണ്. അതെയാ യെസ്. നിങ്ങൾ ചെങ്ങായിൻ്റെ കട്ടിങ്സ് ഒക്കെ കണ്ടാണ് കാലിലെ. ചെങ്ങായി ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെയാണ്. യെസ് ഗൈസ്, ഇതാ ഹെവി പട്ടാള ചിട്ടയിൽ വളർന്ന ആളാണ് ടിപ്പു സുൽത്താൻ. അത് എന്താണ് പറയാനുള്ളത്? അത് ഇരുമ്പാണ് ഗൈസ്. ഒരടി തെറ്റിയാൽ തല പോകുന്ന കേസാണ് ഗൈസ്. നമുക്ക് ടിപ്പു സുൽത്താന്റെ ഹെവി നമ്മൾ ടിപ്പു സുൽത്താന്റെ വീട്ടിൽ കയറാൻ പോവാണ് ഗൈസ്. ഇതാണ് ടിപ്പു സുൽത്താന്റെ വീട്. അത് നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഓ ഗായ്സ്, ഇതാണ് ഗായ്സ് കാട്ടുവാസികൾ. യെസ് ഗായ്സ്, ഇത് ടിപ്പു സുൽത്താന്റെ ഹോമാണ്. ഇത് ഹോം ടൂർ ഗായ്സ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ടിപ്പു സുൽത്താന്റെ വീട്ടിലേക്ക് അടുത്ത അതിഥി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട്
നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. വെരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീടായിരുന്നു. അടിപൊളി വീട്. അതിനെ വീടിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹം നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. അടിപൊളിയായിട്ടുള്ള വീടാണ്. അതെ, താഴെ വീട് വെക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ ശത്രുക്കൾ ആക്രമിക്കുന്നതുകൊണ്ടാണ് പുള്ളി മേലേക്ക് വീട് വെച്ചത്. നമ്മൾ സൂക്ഷിച്ചാണ് ഇറങ്ങാൻ. കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. പൊട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ അപകടം. ഒന്നും ചെയ്യാനും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിലേക്ക് പോകുന്നു. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു പട്ടാള ചുറ്റിലാണ് വളർന്നതെന്ന്. എന്താ ഹെവി വർക്കൗട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ ഗൈസ്. ഇത് ചവിട്ടി കയറാനൊക്കെയാണ്. ഹെവിയാണ് ഗൈസ്. യെസ് ഗൈസ്. അത് എന്താണ് പറയാനുള്ളത് ഗൈസ്? നമുക്കിപ്പോൾ മേലെ നിന്ന് ഓർഡർ വന്നു. നമ്മൾ ഇപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അതിന് മുമ്പേ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച ബാത്റൂം ഉണ്ട് ഇവിടെ. ബാത്റൂം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. കപ്പിൾസ് വരുന്നുണ്ട്, വീഡിയോ എടുക്കില്ല കേട്ടോ. ഹിയർ ബാക്ക് ഗൈസ് അഗൈൻ. ഹിയർ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ വ്യൂസ്. ഐ തിങ്ക് യു ക്യാൻ സീ. ഗൈസ്, ഇത് കാവേരി നദിയാണ്. കാവേരി നദി അവിടെ ഉത്ഭവിക്കുന്നത്. കാവേരി അവിടെ ഉത്ഭവിക്കുന്നത് അതാ. ആ അവിടെയാണ് ഗൈസ്. ഇവിടെ എല്ലാവരും കാട്ടുവാസികളാണ് ഗൈസ്. ഒറിജിനൽ കാവേരി നദിയാണിത്. ഇതിൽ കുറെ കാട്ടുവാസികൾ കുളിക്കുന്നുണ്ട് ഗൈസ്. യെസ് ഗൈസ്. ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. നമുക്ക് ബ്ലോഗ് എടുക്കാൻ കഴിയില്ല. നമ്മൾ അപ്പോൾ തിരിച്ചു തരാം ഗൈസ്. ഗൈസ് കുറച്ച് കാട്ടുവാസികളെ കണ്ടിട്ട് ഗൈസ്. ടിപ്പു സുൽത്താന്റെ പണ്ടത്തെ കൂട്ടുകാരാണ് ഗൈസ്. ടിപ്പു സുൽത്താൻ പണ്ട് താമസിച്ചിരുന്നപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ജീവിച്ചോണ്ടിരുന്നത്. കക്കൂസ് കുണ്ടി കഴുകുന്നുണ്ട് ഗൈസ്. ആ കൊച്ചിന്റെ കുണ്ടി കഴുകുന്നുണ്ട് അമ്മ ഗൈസ്. ഇത് ഹെവി കളിയാതാ ചെക്ക. ഓരോ എണ്ണം ഇവിടെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഇവിടെ വന്നാൽ സുഖമായിട്ട് കാണാം. 5 പൈസ കൊള്ളൂല. യെസ് ഗൈസ്.